നാളെയാണെങ്കിൽ 50 പേരുടെ കാര്യം തീരുമാനിക്കാൻ പറ്റും. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ 60 പേരുടെ കാര്യം തീരുമാനിക്കാൻ പറ്റും. അതൊക്കെ വളരെ വളരെ ഭംഗിയായി എൻ്റെ ഓർമ്മയിൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഓർമ്മയിൽ ഏറ്റവും സ്മൂത്തായി, ഏറ്റവും ഭംഗിയായി, ഏറ്റവും ചിട്ടയായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മൾ തന്നെ സാധാരണ പലരും വന്ന് 4 പേര് വന്ന് 4 സ്ഥാനാർത്ഥികളെ പറയുന്ന സമയത്ത് മിക്ക സീറ്റുകളിലേക്കും ഒരാളുടെ പേരാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കൂടി. കാരണം എല്ലാവരുടെയും ലക്ഷ്യം ജയിക്കുക എന്നുള്ളതാണ്. ജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി, അർഹതയുള്ള ആളുടെ പേരിലേക്ക് എത്തുമ്പോൾ വളരെ സ്പീഡിൽ പോവാണ്, വളരെ സ്പീഡിൽ. CPM-ന്റെ ഒരു മുൻ MLA പ്രതീക്ഷിക്കാവോ ശശിയെ? വരട്ടെ, സമയമാകട്ടെ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കാണാതിരിക്കണേ. ശൈലജയാണ് മത്സരിക്കുന്നതെന്നാണ് വിവരം. അപ്പോൾ KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കുമെന്നാണ് CPM-കാർ പറയുന്നത്. KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. പേരാവൂർ അദ്ദേഹം ഏറ്റവും അതിശക്തനായ ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. അവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ അവരെ ഒരു സീനിയർ ആളാണല്ലോ, അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആർക്ക് സീറ്റ് കൊടുക്കുന്നു. അപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം CPM അല്ല തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ പാടില്ല അവർക്ക് ആർക്ക് കൊടുക്കണം.